അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പോറ്റ ക്ഷീണം കൊണ്ട് സലാം അടക്കാൻ ഭയങ്കര മടിയുണ്ടോന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിലിദ് ദീനി വൽ ഖുർആൻ ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله صدق الله العلي العظيم. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. फिगर में गुंबज़े खज़रा जिगर में डंडगे ओ मीरा. फिगर में गुंबज़े खज़रा जिगर में डंडगे ओ मीरा. हुज़ूर अकरम पना अपना सहारा. हबीब खुदा का ख्वाहिश नजर हमारा. सलातुल्लाह सलामुल्लाह अला ताहा रसूलिल्लाह. सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह. നിഴലില്ല നിലാവാണെൻ്റെ ത്വാഹ. നിറദീപം തെളിഞ്ഞ പൂർണ്ണ ശോഭ. നിശാമുല്ല മണം വീശുന്ന ദേഹ. നിറമുള്ള ചുവന്ന വെള്ളപ്പൂവ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഉറക്കച്ചൊല്ല് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അള്ളാഹു നമ്മളെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹു വലിയ പ്രതിഫലം തരുന്ന ഒരു മജ്ലിസാക്കി സ്വീകരിക്കട്ടെ. ഞാൻ ഇന്നലെ തറാവീഹ് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു, റമദാനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ മജ്ലിസുകൾ വെറുതെ ആക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് അല്ലേ, നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും നിസ്കരിച്ചു. തറാവീഹ് ഇന്നലെ 20 നിസ്കരിച്ചു. 20 നിസ്കാരം കഴിഞ്ഞ് 20 അത് കഴിഞ്ഞ് അല്ലേ 3 റക്അത്ത് വിത്റും നിസ്കരിച്ചു. പക്ഷെ നമ്മൾ നല്ലോണം എന്തായി ക്ഷീണിച്ച്, അല്ലെങ്കിൽ നാളെ കുറച്ചും കൂടെ സ്പീഡിലെടുത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചവരെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് തൊലബുൽ ഇൽമി സാഅ, 1 മണിക്കൂർ ഇൽമ് തേടുക, ഇൽമ് പഠിക്കുക. അത് ഖൈറും മിൻ അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്.
1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് ഓരോ ദിവസവും ളുഹറിന് ശേഷം ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാർ ചെയ്ത ഈ മജ്ലിസ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അതിന് തയ്യാറായിക്കോ. അള്ളാഹു വലിയ അമലായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റമദാൻ ധന്യമായില്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇവിടെ പറയപ്പെടുന്ന വിഷയം അത് കേവലം ഒരു ആസ്വാദനമല്ല. എല്ലാം ഇന്ന് ആസ്വാദനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. എല്ലാം ആസ്വാദനം, ഇങ്ങനെ കേട്ട് ഉറങ്ങാൻ നല്ല രസമാണ്. വയല് അസറിന് ശേഷമാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണെന്നറിയോ, നല്ല ക്ഷീണം പിടിച്ചിട്ടല്ലേ ഇല്ലേ, അപ്പോൾ ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുക സുഖമാണ്. ക്ഷീണം പിടിച്ചിട്ടാകുമ്പോൾ അല്ലെങ്കിൽ കേട്ട് ഉറങ്ങാൻ വേണ്ടി അതിലുപരി നമ്മളിത് ഖൽബിലേക്ക് കയറണം. ഒരു പാട്ട് തന്നെ കേൾക്കുന്ന സമയത്തല്ലേ, ഒരു പാട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആമുഖത്തിൽ വയലിൻ്റെ ആമുഖത്തിൽ പറയും, നിങ്ങൾ വയത് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊരു പാട്ട് വരെ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ചിന്തിക്കണം. അത്ഭുതപ്പെട്ടൊരു പാട്ടുണ്ട്. കാരണം പാട്ടിന് ഡാൻസ് കളിക്കാണ് കുറേ ചെറുപ്പക്കാർ. ജന്മം കൊണ്ട് നാം ഇരുകാലി, കർമ്മം കൊണ്ടിന്ന് നാൽക്കാലി. ഈ പാട്ട് നല്ല അതിൻ്റെ ഓർക്കസ്ട്രേഷനെല്ലാം വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന സമയത്ത് കുറേ മുസ്ലിം ചെറുപ്പക്കാർ ഡാൻസ് കളിക്കാണ്. എന്താ പറയുന്നത്, ഞാൻ തമാശ പറഞ്ഞല്ല, ഡാൻസ് കളിക്കുന്നത്. ഒഴിയാൻ പറ്റാത്ത സത്യമുണ്ട്, നിഴലായി മൗത്ത് കൂടെയുണ്ട്, സക്കറാത്തിൻ്റെ സമയമുണ്ട്, സംശയം വേണ്ട മരണമുണ്ട്, പേരും പെരുമയും അഹങ്കാരം ആരും തരുമെന്നും ബഹുമാനം, അസ്റായിൽ വന്ന് റൂഹെടുത്ത് അത് മുതൽ നിൻ പേര് മയ്യത്ത്. ഈ പാട്ട് നല്ല താളം, ആ താളത്തിൽ പാടുന്ന സമയത്ത് ഡാൻസ് മനസ്സിലേക്ക് കയറുന്നില്ല. ഇതാണ് മനുഷ്യന്മാർ അവസ്ഥ. വയല് കേൾക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് അല്ലേ, ഇന്ന് കേട്ടിരിക്കുക ഉറങ്ങുക, അതല്ല, ഇത് ഖൽബിലേക്ക് കയറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കുറേ ഇബാദത്തുകൾ വെച്ചു. എന്നിട്ട് പ്രത്യേകം അതിന് പ്രതിഫലവും തരാമെന്ന് പറഞ്ഞു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി പള്ളിയിൽ ഇരിക്കാൻ നമ്മളൊക്കെ തയ്യാറായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുക എന്നതാണ്, സ്നേഹിക്കുക എന്നത് ഒരു മുഅ്മിനിൻ്റെ അടയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് വല്ലാത്ത സ്നേഹമായിരിക്കും. ഇതാണ് മുഅ്മിനീങ്ങളുടെ അടയാളം. മാത്രമല്ല യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കും, അതുപോലെ തന്നെ അല്ലാഹു മുഅ്മിനീങ്ങളെയും സ്നേഹിക്കും. ഈ ഒരു സ്നേഹബന്ധമാണ് അല്ലാഹുമായിട്ടുണ്ടാകേണ്ടത്. ആ സ്നേഹം അല്ലാഹുവായിട്ടുണ്ടാകണം. അതിന് അള്ളാഹിനെ സ്നേഹിച്ചാൽ പോരെ എന്ന് പറയുന്ന സമയത്ത് ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ കുറേ കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായാലേ ഈമാനൊരു മധുരം ഉണ്ടാവും. ഈമാന് നമ്മൾക്ക് നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ശരീരം കുറേ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ എത്രത്തോളം നമുക്ക് ഈമാനിൻ്റെ ഹലാവ, ആ മാധുര്യം ലഭിക്കുന്നുണ്ട് ആലോചിച്ചിട്ടുണ്ടോ? റമദാൻ കഴിഞ്ഞു, റമദാനിൽ തറാവീഹെല്ലാം നിസ്കരിച്ചു, പക്ഷേ ഈമാൻ്റെ മധുരം, ആ മാധുര്യം ലഭിക്കുന്നുണ്ടോ? അത് നമ്മൾ ആലോചിക്കണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസുണ്ട്, സലാസുൻ മൻ കുന്ന ഫീ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവന് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ഉണ്ടാകണം. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകണം. അവന് എല്ലാത്തിനേക്കാളും അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആകണം. നമ്മൾ അങ്ങനെയാണോ എന്ന് സ്വയം ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതാണ്. ഇതൊക്കെ കേൾക്കും, പക്ഷേ ഇതൊക്കെ നമുക്കറിയുന്നല്ലേ, വേണം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാമെന്ന് പറയും. ചിലപ്പം വയൽ ഇങ്ങോട്ട് പറഞ്ഞുതരാൻ മാത്രം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സ്വയം ഒന്ന് ആത്മീയമായ ഒരു വിചിന്തനം, എനിക്ക് അള്ളാഹിനോട് തന്നെയാണോ ഇഷ്ടം, അല്ല നബിതങ്ങളോടാണോ ഇഷ്ടം
എന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം. അള്ളാഹു നമുക്ക് നല്ല ഇഷ്ക് അള്ളാഹു നമ്മളെ കൽബിൽ നിറച്ചേരട്ടെ. അത് ഉണ്ടാകൽ നമ്മളെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചാൽ പോരെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെന്ന് പറയും. പക്ഷെ എന്താവൂല, പിന്നെന്തിനാ നബി, നമുക്ക് അള്ളാഹിനെ സ്നേഹിച്ചാൽ പോരെ, അങ്ങനെ പറയുന്നവർ വരെ ഉണ്ട്. ഒരു വിഭാഗം വേദക്കാർ വന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇങ്ങനെ നബിതങ്ങളെ പിൻപറ്റി നബിതങ്ങളെ ഇഷ്ടം വെച്ച് സ്വഹാബാക്കൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് കുറച്ച് ആളുകൾ വന്നിട്ട് പറയാൻ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാഥനെ സ്നേഹിക്കുന്നവരാ, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഞങ്ങളെ പടച്ചോനെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. ഇന്ന് നമ്മളെ നാട്ടിൽ കുറേ ആളുകൾ അങ്ങനത്തെ ആളുണ്ടല്ലോ, അള്ളാഹിനോടേ നമുക്ക് സ്നേഹമില്ല, നബിതങ്ങളെ സ്നേഹിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയും. നബിതങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ പിൻപറ്റണം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. നമ്മൾ ഈമാൻ ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി, കർമ്മങ്ങൾ ചെയ്യുക എന്നത് കേവലം കൽപ്പിച്ചു ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കല്ലേ, അതല്ല, മറിച്ച് ഇതൊരു ഇത്തിബ ആകണം. ഞാൻ അതിലേക്ക് വരാം. കാരണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അള്ളാഹ് പറയാൻ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ ഹബീബിനെ പിൻപറ്റണം, ഇത്തിബാ ചെയ്യണം, എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. ഇതാണ് അടിസ്ഥാനം. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം, എന്നാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണം എന്നെങ്ങനെയാണ് കിട്ടിയത്? അവിടെയും ചോദിക്കും. കാരണം ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, ഇന്ന് എല്ലാവർക്കും ഖുർആൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയത്ത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ വ്യാഖ്യാനവും പരിഭാഷയും നോക്കുന്നതാണ്. അപ്പം ഇത്തിബാ എന്നാണ് പറഞ്ഞത്, ഫത്തബിഊനി, എന്നെ പിൻപറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ സുന്നത്ത് ചെയ്യുക, അതല്ലേ പിൻപറ്റുക? സംശയം അങ്ങനെയാണ്. റസൂലുള്ളാഹിനെ അനുസരിച്ച് ജീവിക്കലല്ലേ ഇത്തിബാ. എന്നാൽ വളരെ ആലോചിക്കുക, ഇത്തിബാ എന്ന് പറഞ്ഞാൽ കേവലം നമ്മളെ നാട്ടിൽ ഇങ്ങനെ AI ക്യാമറ ഉണ്ട്, കുറച്ച് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ, മയ്യിൽ അവിടെ എത്തുന്ന സമയത്ത് എന്തായാലും ഹെൽമെറ്റ് കൈമയാണെങ്കിലും അതിന് മുമ്പേ എന്താകും, ഹെൽമെറ്റ് എടുത്ത് തലക്കിടും. ഇതിന് ഇത്തിബാ എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു കൽപ്പന സ്വീകരിക്കുകയാണ് അല്ലേ. ഗവൺമെൻറ് നമുക്കെന്താവും, ആടെ ഒരു AI ക്യാമറ വെച്ചിട്ട് അതിലേ പോകുന്ന സമയത്ത് എന്താവും, ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ, ബൈക്ക് എടുക്കുന്നവർ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, കാർ എടുക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എങ്കിലെന്താവും, ഫൈൻ വരും. ആ പേടി കൊണ്ടെന്താവും, ആ പേടി കൊണ്ട് മനുഷ്യന്മാർ എന്താവും, ഹെൽമെറ്റ് ഇടുക. അതിന് ഇത്തിബാ എന്ന് പറയൂല, അത് കൽപ്പന അനുസരിക്കുന്ന പേടി കൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? അത് ഈ കൽപ്പന എന്തെങ്കിലും ഒരു പ്രതിഫലത്തിന് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷയെ പേടിച്ചിട്ടോ ചെയ്യലല്ല, മറിച്ച് ഹബീബ് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതാണ് സയ്യിദുന അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ. സ്വഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ റസൂലുള്ളാഹിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ടൊരു ആലിമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നുമോനാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു മരത്തിൻ്റെ ശിഖരം തലക്ക് മുട്ടും എന്ന രീതിയിൽ തല താഴ്ത്തി നടന്നു. പെട്ടെന്നൊരു വഴിയിലൂടെ നടക്കുമ്പോൾ തല താഴ്ത്തി നടക്കുന്നു. കൂടെ ഉള്ളവർ ചോദിച്ചല്ലോ, എന്ത് പറ്റി, നിങ്ങളെന്തിനാ ഇങ്ങനെ തല താഴ്ത്തുന്നത്? അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു മരമുണ്ടായിരുന്നു. അന്ന് മരത്തിൻ്റെ ചില്ലയിലേക്ക് ഹബീബിൻ്റെ തല മുട്ടുന്നത് കാരണം ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി നടന്നിരുന്നു. അന്നവിടെ ഒന്ന് കുനിഞ്ഞ് നടന്നിരുന്നു. ഇന്നവിടെ മരമില്ല, ശിഖരമില്ല, മറിച്ച് റസൂലുള്ള ഈ ഭാഗത്ത് നിന്ന് കുനിഞ്ഞ് നടന്നിരുന്നു. അതുകൊണ്ട് എൻ്റെ ഹബീബ് ഈ ഭാഗത്ത് നടന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അതുപോലെ നടക്കും. അതിന് ചോദിക്കാനൊന്നുമില്ല. എൻ്റെ ഹബീബിനോട് എനിക്ക് ഇഷ്ടമാണ്, നബി തങ്ങൾ എന്ത് ചെയ്തോ അത് അതേപോലെ ചെയ്യും. അതിന് യുക്തിയോ ബുദ്ധിയോ അതൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിൽ നടന്ന് വഴി തെറ്റിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറി വഴി തെറ്റി തിരിച്ചു വന്നു. ആ ഭാഗത്തെ അബ്ദുള്ള റളിയല്ലാഹുവിന് പോകുന്ന സമയത്ത് എന്താവും, റസൂലുള്ള എങ്ങനെയാണോ പോയത് ആ വഴി തെറ്റി അവിടുത്തും വരെ പോയി തിരിച്ചു വരും.
ഇതായിരുന്നു ഇത്തിബാ, ഇതായിരുന്നു സഹാബാക്കളുടെ ശൈലി. നബിതങ്ങൾ പറഞ്ഞു, പിന്നെ അതിൽ അപ്പീലില്ല. നബിതങ്ങളെയാ വിശ്വസിച്ചത്, നബിതങ്ങൾ അങ്ങനെ വിശ്വസിച്ചു, സ്നേഹിച്ചു. നബിതങ്ങൾ ചെയ്യുന്നതെന്തും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുപോലെ അനുധാവനം ചെയ്തു. അതാണ് പറഞ്ഞത് ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. എന്നാൽ നിങ്ങൾക്കെന്താകും? അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും. അപ്പം ആ ഇത്തിബാ എങ്ങനെയാണ് ഉണ്ടാകുക? ആ ഇത്തിബാ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആദ്യം സ്നേഹം ഉണ്ടാക്കണം, അല്ലേ? ഉപ്പ ചെയ്യുന്നത് പോലെ മക്കൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പാനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഉമ്മ ചെയ്യുന്നത് പോലെ ഉമ്മാനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇഷ്ടപ്പെട്ട ആൾ ചെയ്യുന്നത് അത് അതുപോലെ ചെയ്യും, അത് ഇഷ്ടം കൊണ്ടാണ്. അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ നടക്കുന്നത് പോലെ നടക്കും, അല്ലേ? ഇപ്പം ചില ചെറുപ്പക്കാരെല്ലാം നടക്കുന്ന സമയത്ത് ദുൽഖർ സൽമാൻ്റെ നടത്താൻ അനുകരിക്കാൻ നോക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞല്ല, നോക്കിക്കോ ചില പിള്ളേരെല്ലാം. കാരണം ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ചെരിഞ്ഞ് നടക്കുക. ഞാൻ പല കുട്ടികളും പെട്ടെന്ന് നടത്തുന്ന, എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദ് വെച്ചാൽ അവൻ്റെ എല്ലാം നടത്തത്തിൽ എന്തോ പ്രത്യേകത ഉണ്ടോ ഉസ്താദ് എന്ന് 2-3 നാൾ ചോദിച്ചു. അങ്ങനെയാണ് അന്വേഷിച്ച സമയത്താണ് പറഞ്ഞത് ഇങ്ങനൊരു നടത്തമുണ്ട്, അത് പുതിയ ട്രെൻഡാണ്. അഥവാ അവരിഷ്ടപ്പെട്ടവർ അവർ ചെയ്യുന്നത് പോലെ അവരതുപോലെ തന്നെ അനുകരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾ ചെയ്ത് അതുപോലെ ചെയ്യുന്നത് സ്നേഹം കൊണ്ടായിരിക്കണം. ആ സ്നേഹം കൊണ്ട് എല്ലാം മറന്നു പോകും. ആ സ്നേഹം ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ എന്താവും? നമ്മളറിയാതെ സുന്നത്ത് നിസ്കാരം എത്ര വിഷമമുണ്ടെങ്കിലും നമ്മൾ സുന്നത്ത് നിസ്കരിക്കും. കാരണം റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കേണ്ടത് സ്നേഹമല്ലേ? സ്നേഹം ഉണ്ടാക്കണം. എങ്ങനെ സ്നേഹം ഉണ്ടാക്കും? അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹം ഉണ്ടായ സമയത്ത് മഹദിയായ ഉമ്മുനാ ഖദീജത്തുൽ കുബ്റാ, ഉറക്കപ്പറ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എന്തിനാണ്? പൊന്നുമോൻ ആദ്യത്തെ കൺമണിയായ ഖാസിം റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു. മുലകുടി പ്രായമുള്ള പൊന്നുമോൻ വഫാത്തായപ്പോൾ ഖദീജ ബീവി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം മുലകുടി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പൊന്നുമോൻ വഫാത്തായിരിക്കുന്നു. ഖദീജ ബീവി വിഷമത്തോടിരിക്കുമ്പോൾ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, ഖദീജ, പൊന്നുമോൻ ഖാസിമിനെ മുലയൂട്ടാൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു മഹിളയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരു മഹിള ആ മുലകുടി പൂർത്തിയാക്കും ഖദീജ, അതുകൊണ്ട് വിഷമിക്കണ്ട ഖദീജ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഖാസിമിൻ്റെ ശബ്ദം കേൾക്കണോ? സ്വർഗത്തിലുള്ള പൊന്നുമോൻ്റെ ശബ്ദം കേൾക്കണോ ഖദീജ? ഇത് ചോദിച്ചപ്പോൾ ഖദീജ ബീവി പറഞ്ഞൊരു മറുപടിയുണ്ട്, വല്ലാത്ത മറുപടിയാണ്. ഇന്ന് ഹദീസുകൾ, റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ വരെ ലാബ് ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്ന യുക്തിവാദികളായ ആളുകൾ, അതും മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ തൗഹീദിൻ്റെ ആളുകളെന്ന് പറയുന്ന വഹാബി കൂട്ടങ്ങൾ, അല്ലേ? അവർ പറയാ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാബ് ടെസ്റ്റ് ചെയ്യണം, എന്നാലേ അത് സഹീഹ് എന്ന് പറയാൻ പറ്റും എന്ന്. റസൂലുള്ളാഹിയുടെ ഹദീസിനെ വിശ്വസിക്കണമെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം എന്ന് വരെ വാദിക്കുന്ന ആളുകളില്ല കാലത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സ്വർഗത്തിലുള്ള പൊന്നുമോൻ ഖാസിമിൻ്റെ ശബ്ദം കേൾക്കണോ? അവിടെ മുല കുടിപ്പിക്കുന്നുണ്ട് ഒരു മഹിള. മഹദിയായ ഖദീജ ബീവിയോട് പറയാണ്, പൊന്നുമോന് മുല കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പൊന്നുമോൻ്റെ ശബ്ദം കേൾക്കണോ ഖദീജ? അപ്പോഴാണ് ഖദീജ ബീവി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വിശ്വാസം നബിയേ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയുമാണ്. അങ്ങ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ല നബിയേ, പിന്നെ എൻ്റെ ചെവിക്കെന്ത് പ്രാധാന്യം, എൻ്റെ കണ്ണിനെന്ത് പ്രാധാന്യം? എൻ്റെ കണ്ണ് കൊണ്ട് കാണുന്നതല്ല എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത്, അങ്ങ് പറഞ്ഞതാണ് നബിയേ. എൻ്റെ ചെവി കൊണ്ട് കേട്ടതിനേക്കാൾ എനിക്ക് ഏറ്റവും വിശ്വാസം അങ്ങ് പറഞ്ഞതാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. അതാണ് സ്നേഹം. നബി തങ്ങൾ പറഞ്ഞു, വിശ്വസിച്ചു. അതിൽ വേറൊരു അപ്പീലില്ല, വേറൊന്ന് തിരിച്ചൊന്നും അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവുമോ എന്നൊരു സംശയത്തിന് വകയില്ല. ഇതാണ് ഈമാൻ.
ഈ ഈമാൻ എത്തണമെങ്കിൽ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് ഖൽബിൽ നിറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ സ്വന്തം ശരീരത്തിനേക്കാൾ ഔലന്ന ഏറ്റവും ബന്ധപ്പെട്ടത്, അഥവാ സ്വന്തം ശരീരത്തിനേക്കാൾ നമുക്ക് ബന്ധപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബിതങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നബിതങ്ങളോട് ഉമർ തങ്ങൾ പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് നബിയേ. എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പറഞ്ഞത്, ഉമറേ, ഈമാൻ പൂർണ്ണമല്ല, ഈമാൻ പൂർത്തിയായിട്ടില്ല. അത് ഉമർ തങ്ങൾ പറഞ്ഞത് എൻ്റെ ഉപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, മറ്റെന്തിനേക്കാളും നബിയെ അങ്ങയോട് തന്നെ ഇഷ്ടം എൻ്റെ ശരീരം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഈമാനായിട്ടില്ല. നമ്മളല്ലേ ഈമാൻ മുഅ്മിനീങ്ങളെന്ന് പറയാൻ പറ്റുമോ? ആലോചിക്ക്. നമ്മൾ മുഅ്മിനീങ്ങളെന്ന് നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം, അള്ളാഹു ഈമാൻ തരട്ടെ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ പെടുത്തട്ടെ, ദുആ ചെയ്യുക, അത്രയല്ലാതെ എന്താ? ഉമർ തങ്ങളാ പറഞ്ഞത് എൻ്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങയോട് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ആയിട്ടില്ല, ഈമാനായിട്ടില്ല. ശരീരത്തിനേക്കാൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാത്തിനേക്കാളും, സ്വന്തം ശരീരത്തിനേക്കാളും സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ ഉപ്പയേക്കാൾ ഇഷ്ടമാണ്, ഉമ്മയേക്കാൾ ഇഷ്ടമാണ്, മക്കളെക്കാൾ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? നിന്റെ ഉപ്പ നിന്നെ സംരക്ഷിക്കുന്നത് ദുനിയാവിലാണ്, എന്നാൽ നാളെ പാരത്രിക ലോകത്ത് നരകത്തിനെ തൊട്ട് നിന്നെ സംരക്ഷിക്കുന്നത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അന്ധകാരത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മളെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അന്ത ഉമ്മുന അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ്. അന്ത ഉമ്മുൻ നബിയെ, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ്. അം അബൂ, അല്ല നബിയെ, ഞങ്ങളുടെ വാപ്പയും നിങ്ങളാണ് നബിയെ. മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ചെയ്തു തന്നതിനേക്കാളും വലിയ ഉപകാരങ്ങൾ എൻ്റെ ഉമ്മയിലും ഉപ്പയിലും അങ്ങ് ഞങ്ങൾക്ക് തന്നതുപോലെയുള്ള നന്മകൾ കണ്ടിട്ടില്ല നബിയെ. മൗത്തിൻ്റെ വേളയിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞത് നമുക്ക് വേണ്ടിയാണ്. മൗത്തിൻ്റെ വേളയിലും കരഞ്ഞത്, റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഓർത്തത് ഞങ്ങളെയാണ്, നമ്മയാണ്. അതാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നബി ഞങ്ങളെ സ്നേഹിക്കണം എന്നത് നിർബന്ധമാണ്. അതിൻ്റെ ഹുക്ം എന്താണ്? നിർബന്ധം. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടാകണോ എങ്കിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ വേറൊന്നും പറയാനില്ല. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. പക്ഷേ ഈമാൻ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇതാണ് നമുക്ക് ഇന്നറിയാത്തത്. റസൂലുള്ളാഹിനെ അറിയണം. അറിയോ? ഇല്ല. അറിയാൻ ശ്രമിക്കുമോ? അതുമില്ല. അറിഞ്ഞതെങ്ങനെയാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായ 63 കൊല്ലം ജീവിച്ച ഒരു പ്രവാചകൻ എന്ന രീതിയിലല്ലാതെ അതിലപ്പുറത്തേക്ക് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയുന്നവരുണ്ടോ? പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ആ ശേഷി നമുക്കുണ്ടോ? ഇന്നും അതിനെയും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയും സാധാരണക്കാരനാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. എങ്ങനെയും സാധാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച് അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം.
അത് കേട്ട് കേട്ട് നമ്മളെ തലക്കെന്തായി? റസൂലുള്ള നിസാരായിപ്പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങള് കശംസി തൽഹറൂലിൽ ഐനൈനി മിൻ ബുഊദിൻ സഗീറതൻ വതൂകിൽ ലുതർഫ മിൻ അമാമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനെ പോലെയാണ്. നട്ടുച്ച നേരത്ത് സൂര്യനെ നോക്കിയാൽ കണ്ണിലിരുട്ട് കയറും. കാരണം കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോകും നിമിഷങ്ങളോളം. അതുപോലെ ഹബീബിനെ അടുത്ത് നിന്നറിഞ്ഞാൽ കശംസി തൽഹറുലിൽ ഐനൈനി മിൻ ബുഅദിൻ, ദൂരത്ത് നിന്ന് നോക്കുമ്പം അത് വളരെ ചെറുതായി തോന്നുമെങ്കിലും സൂര്യനെ അടുത്ത് നിന്ന് നോക്കിയാൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമോ? അതുപോലെയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിലും എല്ലാത്തിലും. അപ്പം നബിതങ്ങളെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാണ്ടിരിക്കാൻ കഴിയൂല. നമ്മളെ മനസ്സിൽ ഇപ്പം റസൂലുള്ളാഹിനെ കുറിച്ച് അറിയുന്നില്ലെങ്കിലും ഒരു 3 കാര്യം വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇപ്പോൾ ഹുബ്ബ് വന്നിട്ടുണ്ടോ, കാണാൻ തോന്നുന്നുണ്ടോ എന്ന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും എന്താകണം, സ്വയം വിലയിരുത്തണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്നേഹം ഉണ്ടാകണമെങ്കിൽ അങ്ങനെ അറിയണം. ഏറ്റവും ചുരുങ്ങിയത് അറിയണം. റസൂലുള്ളാഹിനെ അറിഞ്ഞാൽ മതി. ഒരാളെ മറ്റൊരാൾ സ്നേഹിക്കണമെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിന് ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് പറയാം. ഒന്ന് ജമാലിയ, ജമാല്, ഭംഗി. നല്ല സൗന്ദര്യമുള്ള ഒരാളെ കാണുന്ന സമയത്ത് അവരോട് ഇഷ്ടം വരും. ഒരു ഇഷ്ടം വരണമെങ്കിൽ ഒന്ന് സൗന്ദര്യം, മറ്റൊന്ന് കമാല്, സമ്പൂർണത അഥവാ അറിവ് പോലെയുള്ള ഒരു പരിപൂർണത. നല്ല സുന്ദരനാണ് പക്ഷേ പൊട്ടനാണ്, എന്നാലെന്താവും അല്ലേ? നല്ല സുന്ദരനാണ്, കാണാനല്ല നല്ല വൃത്തിയുണ്ട്, പക്ഷെ വായി തുറന്നു കഴിഞ്ഞാൽ എല്ലാം പോയി എന്ന് പറയുന്ന ആൾക്കാരല്ലേ നമ്മളെ ഇടയിൽ? അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ അറിവും സമ്പൂർണതയും സ്വഭാവവും എല്ലാം കൂടെ. അപ്പോൾ ജമാലിയത്തും റസൂലുള്ളാഹിക്കുണ്ട്, കമാലിയത്തും ഉണ്ട്. പിന്നെയോ നല്ല സുന്ദരനുമാണ്, പിന്നെയോ അറിവും എല്ലാം ഉണ്ട്. പക്ഷെ മറ്റൊരാൾക്കൊരു ഉപകാരമില്ല അയാൾക്കുണ്ട് എങ്കിലോ ചിലപ്പോൾ സ്നേഹിക്കണം എന്നില്ല. അപ്പോൾ അതും കൂടെ വേണം. നവാൽ അഥവാ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഉപകാരം, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തത് ജമാലിയത്ത് നോക്കുകയാണെങ്കിലോ, അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ നിന്ന്, ലോകത്തുള്ള പടപ്പുകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള പടപ്പേതാ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും മനോഹരമായി സുന്ദരന്മാരായിക്കൊണ്ട് മനുഷ്യരെ പടച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഏറ്റവും സുന്ദരന്മാരായിട്ട് പഠിച്ച ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും മനോഹരമായി മനുഷ്യന്മാരെ പടച്ചു. ആ മനുഷ്യന്മാരിൽ ഏറ്റവും സുന്ദരനായി പടച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി യൂസുഫോരെ മുഞ്ചിൽ മയങ്ങി നാരീമണികൾ കൈകൾ മുറിച്ചു. നബി യൂസുഫോരെ മുഞ്ചിൽ മയങ്ങി നാരീമണികൾ കൈകൾ മുറിച്ചു. ഖാത്തിം റസൂലെ കണ്ടെങ്കിലവരോ കരളും പറിച്ച് റൂഹും പിരിക്കും. ഖൽബായ നബിയിൽ എല്ലാം മറക്കും. നമ്രൂദ്, ഹാമാൻ, ഫിർഔന് പോലും നബിയോരെ കണ്ടാൽ എന്നേ നന്നാകും. തുഷാഹെ ഖൂബ तू जाने जाना में चेहरा उम्मुल കിതാബ് തേരാ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ സുലൈഖ ബീവി അതിലേക്ക് ആകൃഷ്ടയായപ്പോൾ
തൻ്റെ തോഴരൊക്കെ കളിയാക്കിയപ്പോൾ സുലൈഖ ബീവി അവർക്കൊരു പരീക്ഷ വെച്ചതാണ്. എല്ലാവരുടെ കയ്യിലും ഒരു പഴം നൽകി, അതുപോലെ ഒരു കത്തിയും നൽകി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ തരുണീമണികളുടെ ഇടയിലൂടെ ഒന്ന് നടത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് ആപ്പിളിന് പകരം അഥവാ കയ്യിലുള്ള പഴത്തിന് പകരം വിരലങ്ങോട്ട് മുറിച്ചപ്പോഴും അറിഞ്ഞില്ലല്ലോ. അവർക്ക് മനസ്സ് ആകെ ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയല്ലോ. അത്രമാത്രം സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെങ്കിൽ ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ സൗന്ദര്യമുണ്ടല്ലോ, ഹബീബിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് നൽകിയതാണ്. നബിതങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് ഒരൽപ്പം മാത്രം നൽകപ്പെട്ടവരാണ് സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമെങ്കിൽ ആ സുലൈഖ ബീവിയുടെ ചങ്ങാതിമാര് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്ന ആ പ്രകാശം കണ്ടാൽ സുഹിബുസ്സലീഖത ലൗ റഅയ്ന ജബീനഹു ലഅഥർന തഖ്തീഅൽ ഖുലൂബി മിനൽ അയ്ദി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് അത്ഭുതപ്പെട്ട ആ സുലൈഖ ബീവിയുടെ ചങ്ങാതിമാരെങ്ങാനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്ന ആ പ്രകാശം കണ്ടാൽ, ഹബീബിൻ്റെ സൗന്ദര്യം കണ്ടാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെക്കുറിച്ച് പറഞ്ഞ സ്വഹാബാക്കളൊക്കെ അങ്ങനെ പറഞ്ഞത്. നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദാ സുറസ്തനാറ വജ്ഹഹു ഹത്താ കഅന്നഹു ഖിത്അതു ഖമർ, നിലാവിൻ്റെ ഒരു കഷ്ണം പോലെ തോന്നും. റസൂലുള്ളാഹിക്ക് സന്തോഷമായി കഴിഞ്ഞാൽ മുഖം നോക്കിയാൽ നിലാവിൻ്റെ ഒരു കഷ്ണമാണോ എന്ന് തോന്നിപ്പോവും. വെറുതെ നമ്മൾ വിചാരിക്കുന്നത് കവികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ തോല അല്ലേ, അന്ത ഷംസുൻ അന്ത ബദറുൻ ഇങ്ങനെ പറയുന്നത് വെറുതെ ഇങ്ങനെ ഒരു ആലങ്കാരികമായി വെറുതെ വർണ്ണിക്കല്ല. അന്ത ഷംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി. നബിയെ അങ്ങ് സൂര്യനാണ്, അങ്ങ് ചന്ദ്രനാണ്, നിലാവാണ് നബിയെ. അന്ത നൂറുൻ ഫൗഖ നൂരി, അങ്ങ് ആ നിലാവിനേക്കാളും ആ സൂര്യനേക്കാളും മേലെയുള്ള പ്രകാശമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ പറഞ്ഞല്ല, സ്വഹാബാക്കളാണ് പറയുന്നത്. മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെ നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അത് നിലാവിൻ്റെ ഒരു കഷ്ണാണെന്ന് തോന്നും. സന്തോഷം ഉണ്ടാകുമ്പോൾ അത് വകുന്നാ നഅരിഫു ദാലിക, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് മാത്രം തോന്നിയല്ല, സ്വഹാബാക്കൾക്ക് എല്ലാവർക്കും അറിയാം. നബിതങ്ങളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ അത് നിലാവിൻ്റെ ഒരു കഷ്ണം പോലെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ കൂടെ ഇല്ല ആളല്ലേ, പറയാം മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ളൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ദുനിയാവിൽ അങ്ങനത്തെ ഒരു സാധനമില്ല. നിലാവിനെ നോക്കിയാലോ, നിലാവും റസൂലുള്ളാഹിനേക്കാൾ സൗന്ദര്യം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, നല്ല പൗർണമി രാവിൽ ഹബീബിൻ്റെ ചാരത്തേക്ക് നല്ല പൂർണ്ണ നിലാവ്, 14 രാവിലെ പൂർണ്ണചന്ദ്രൻ ആകാശത്തുദിച്ചു നിൽക്കുന്നൊരു രാത്രിയിൽ ഞാൻ എൻ്റെ ഹബീബിൻ്റെ വീട്ടിൻ്റെ ചാരപ്പോയപ്പോൾ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുവന്ന വരയുള്ളൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാ, ചുവന്ന വരയുള്ളൊരു വസ്ത്രം ഹബീബ് ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രം ധരിച്ച ഹബീബിനെ ഞാനിങ്ങനെ നോക്കി, ആ മുഖത്തേക്ക് നോക്കി, പിന്നെ വീണ്ടും നിലാവിനെ നോക്കി, ആകാശത്തെ പൂർണ്ണചന്ദ്രനെ നോക്കി, വീണ്ടും ഹബീബിനെ നോക്കി, വീണ്ടും നിലാവിനെ നോക്കി. എനിക്ക് മനസ്സിലായി ചന്ദ്രനേക്കാൾ, പൂർണ്ണചന്ദ്രനേക്കാൾ പ്രശോഭിതമാണ്, സുന്ദരമാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ പറഞ്ഞതല്ല, സ്വഹാബാക്കളാ പറയാൻ. അതിനേക്കാളും പ്രകാശാണ്. നിലാവിൻ്റെ വെളിച്ചത്തിലൊന്നും നബിതങ്ങൾക്ക് നിഴലില്ല. എന്തുകൊണ്ട്? ഇത് പ്രകാശമാണ്. പിന്നെങ്ങനെ? അപ്പോൾ ഇത് സാധാരണ മനുഷ്യനാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യൻ എന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, റസൂലുള്ള സാധാരണ മനുഷ്യനല്ല. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും പടക്കപ്പെട്ടത് ഈ നബിതങ്ങൾ കാരണമാണ്. സ്വർഗം പടക്കപ്പെട്ടത് ഈ നബിതങ്ങൾ കാരണമാണ്. നമ്മൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോന്ന് എടുത്തു നോക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയെ വില അറിയുക. എന്തായിരിക്കും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സ്വഹാബാക്കൾ അങ്ങനെ ഇഷ്ടപ്പെട്ടത്.
വഫാത്തായി എന്ന് പറഞ്ഞാലും നബി തങ്ങൾ അങ്ങനെ മരിക്കൊന്നുമില്ല. സാധാരണ മനുഷ്യന്മാർ ഇഷ്ടം പോലെ മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഉമർ തങ്ങൾ പറഞ്ഞത് നബി അങ്ങനെ മരിക്കൊന്നുമില്ല. അങ്ങനെ മരിക്കേണ്ട ആളല്ല. കാരണം അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ജീവനേക്കാൾ ജീവനാണ്. അവരെ ഖൽബിൻ്റെ ഉള്ളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നിടത്തൊക്കെ നബിതങ്ങളുടെ മുഖത്തിങ്ങനെ സൂര്യൻ ചലിക്കുന്നെന്ന് തോന്നും. സൂര്യൻ മുഖത്തെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് തോന്നും. റസൂലുള്ളാഹിയുടെ മുഖം നോക്കിയാൽ എപ്പോഴും പ്രകാശമായിരിക്കുന്നു. അത്രയും പ്രകാശമാണ്. ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു ചെറിയ മന്ദമാരുതനിൽ എൻ്റെ വിളക്ക് കെട്ടുപോയി. പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ വീടാകെ പ്രകാശിച്ചു. എൻ്റെ വെറുതെ പറഞ്ഞതല്ല, വീടാകെ പ്രകാശപൂരിതമായി. നബിതങ്ങളുടെ നെറ്റിത്തടത്തിൽ നിന്ന് വരുന്ന പ്രകാശം എൻ്റെ വീട്ടിൻ്റെ ചുമരുകളെ ഇങ്ങനെ മനോഹരമായി പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ സൂചിയാ വെളിച്ചത്തിൽ കണ്ടിരുന്നു. അതാണ് നമ്മൾ മൗലിദിൽ ചെല്ലുന്നത്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. നബിയെ, അങ്ങൊരു വീട്ടിലുണ്ടായാൽ അവിടെ വിളക്കിൻ്റെ ആവശ്യമില്ല നബിയേ. ആയിഷ ബീവി പറഞ്ഞല്ലോ, എന്തൊരു സൗന്ദര്യമാണ് നബിയേ, എന്തൊരു പ്രകാശമാണ് നബിയേ, എന്തൊരു മനോഹരമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവിയോട് ചിരിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ആയിഷ, ഈ ഒരു പ്രകാശം ദുനിയാവിൽ നിന്ന് കാണാൻ കഴിയാത്തവരുണ്ട്, പക്ഷെ നാളെ ആഖിറത്തിലും കാണാൻ കഴിയാത്ത ഹതഭാഗ്യവാന്മാരുണ്ട് ആയിഷ. ആഖിറത്തിലെ ഹബീബിനെ കാണാൻ കഴിയാത്ത, സ്വർഗത്തിൽ നിന്ന് ആ പ്രകാശം കാണാൻ കഴിയാത്ത ഹതഭാഗ്യവാന്മാർ ആരെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പിശുക്ക് കാണിക്കുന്ന ആളുകളാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ആ സൗന്ദര്യം അത്രമാത്രം അത്ഭുതമാണ്. നബിതങ്ങൾ നടന്നു പോകുമ്പോൾ, സൂര്യൻ്റെ വെളിച്ചത്തിൽ നടന്നു പോകുമ്പോൾ നബിതങ്ങളുടെ പ്രകാശം പ്രത്യേകം ചുറ്റുമെടുത്ത് കാണിക്കും. പ്രകാശത്തിൽ പോകുമ്പോൾ നബിതങ്ങളുടെ പ്രകാശം ചുറ്റും വേറെ തന്നെ ഉണ്ടാവും. ഇത് സാധാരണ മനുഷ്യനുണ്ടാവുമോ? ഇല്ല. അതാണ് നബിതങ്ങൾ അത്ഭുതം എന്ന് പറയാൻ കാരണം. സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ഓരോ അവയവങ്ങളും, എത്ര താടി രോമങ്ങളിൽ 17 ചെറിയ നര വന്നിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ ലോകത്ത് ഏതെങ്കിലും അനുചരന്മാർ എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. താടിയിൽ എത്രനാണ് നര വന്നത്? 63 വയസ്സുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതും നര വന്നതല്ല. റസൂലുള്ളാഹിക്ക് അത്തർ തേക്കുന്ന സമയത്തും എന്താകും, ചെറിയ ചോപ്പ് വരും, നല്ലോണം അത്തർ തേക്കും. റസൂലുള്ളാഹിക്ക് നരച്ച താടി രോമം ആകെ 17 രോമങ്ങളാണ്. നല്ല തിങ്ങിയ താടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 17 അങ്ങനെ എണ്ണി എഴുതി വെക്കണമെങ്കിൽ എത്ര സ്നേഹത്തോടു കൂടിയാണ് സ്വഹാബാക്കൾ റസൂലുള്ളാഹിനെ സമീപിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രമാത്രം നബിതങ്ങളുടെ ശമായിൽ മൊത്തത്തിലിങ്ങനെ നല്ല കട്ടിയുള്ള മുടിയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കറുത്ത മുടിയായിരുന്നു. അത് 63 വയസ്സിലും കറുത്ത മുടിയാണ്, ഡൈ ചെയ്തതല്ല. നല്ല കറുത്ത മുടിയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ ചെവിക്കുറ്റിൻ്റെ പുറത്തേക്ക് വരാതെ ഇങ്ങനെ വാരി വെക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണ തേച്ച് മനോഹരമായി വാരി വെക്കും. അങ്ങനെ നീണ്ട മുടിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കട്ടിയുള്ള താടിയായിരുന്നു, വട്ടത്താടിയായിരുന്നു. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വടിവൊത്ത ശരീരമായിരുന്നു. വയറുന്തിയതല്ല, നെഞ്ചും അതുപോലെ തന്നെ. ഇത് ഓരോന്നായി ശമായിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ഓരോന്ന് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഭംഗി പറയുകയാണെങ്കിൽ അല്ലേ, നമ്മളൊക്കെ 6 പാക്ക് എന്നൊക്കെ പറയുന്നതൊക്കെ
സിക്സ് പാക്ക് എന്നെല്ലാം പറയില്ലേ, യുവാക്കൾ അതൊക്കെ ഭയങ്കര ആഗ്രഹിക്കുന്ന. നബിതങ്ങളുടെ ശരീരം ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു, നെഞ്ച് നല്ല വിരിഞ്ഞ മാറിടായിരുന്നു, മൊത്തത്തിൽ രോമം ഉണ്ടായിരുന്നില്ല. നെഞ്ചത്തൽപ്പ രോമം ഒരു വെള്ളി വര പോലെ ഇങ്ങനെ പൊക്കിള് വരെ നീണ്ടു നിൽക്കുന്ന ചെറിയൊരു വര രോമം ഉണ്ടായിരുന്നു. പക്ഷേ നേരെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വയറുന്തിയിട്ടുമല്ല, തീരെ ഒട്ടിയിട്ടുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോന്ന് വർണ്ണിച്ച് പറയാൻ. പുരികം ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പുരികം വളരെ മനോഹരമായിരുന്നു കാണാൻ. കണ്ണെപ്പോഴും സുറുമ ഇട്ടതുപോലെ ഉണ്ടാവും, പക്ഷെ സുറുമ ഇട്ടിട്ടുണ്ടാവില്ല. നല്ല വിടർന്ന കണ്ണുകൾ. അപ്പോൾ എപ്പോഴും സുറുമ ഇട്ടതുപോലെ ഉണ്ടാവും, സുറുമ ഇട്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥ സുറുമ ഇട്ടതല്ല, പക്ഷെ സുറുമ ഇട്ടതുപോലെ തന്നെ ഉണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ കവിള് ഒട്ടിയതുമല്ല, എന്നാലോ കുറേ ചീർത്ത് വന്നതുമല്ല, നല്ല മനോഹരമായ കവിൾത്തടായിരുന്നു. നബി തങ്ങൾ കറുപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നല്ല മാർദ്ദമുള്ള കൈയൊക്കെ, നല്ല മാർദ്ദമുള്ള കൈയായിരുന്നു, നല്ല തണുപ്പായിരുന്നു നബി തങ്ങളെ കൈ പിടിച്ചു കഴിഞ്ഞാൽ. ഒരു മാർദ്ദമുള്ള കൈയായിരുന്നു, നല്ല ബലിഷ്ഠമായ കൈയായിരുന്നു, പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ നല്ല മാർദ്ദമുള്ള കൈയായിരുന്നു. വായ അതുപോലെ തന്നെ ഭംഗിയുള്ള വായായിരുന്നു. ചിരിക്കുമ്പം പല്ലുകൾ മണിമുത്തുകളെ പോലെയാണ്, അതിൽ നിന്നിങ്ങനെ പ്രകാശം വരും. പല്ലുകളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ കാണാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുൻപല്ലുകൾ അങ്ങനെ കാണും ചിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് അതിൽ പ്രകാശം കാണുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വെളുത്തിട്ടായിരുന്നു, പക്ഷേ ഈ ഭാഗത്ത് ചുവപ്പായിരുന്നു, ഒരുതരം ചുവപ്പായിരുന്നു. നമുക്കല്ലേ കറുത്തിട്ട് കറുപ്പ് മാറ്റാൻ പറ്റുമോ നോക്കല്ലേ ഇന്ന് അല്ലേ? അപ്പോൾ നബി തങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ചുവപ്പായിരുന്നു. അങ്ങനെ മനോഹരമായ ശരീരം. ഒരു സദസ്സിൽ നിന്ന് കഴിഞ്ഞാൽ നബി തങ്ങൾ വലിയ നീളമുള്ള ആളല്ല, കുറുകിയ ആളുമല്ല, വട്ടമുഖായിരുന്നു. ഏത് സദസ്സിലും നബിതങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഉയർന്നു കാണുക നബിയായിരിക്കും. ഏറ്റവും വലിയ നീളമുള്ള ആൾ വന്നു കഴിഞ്ഞാലും നബിതങ്ങളായിരുന്നു ഉയർന്നു കാണുക, എപ്പോഴും ഉയർന്നു കാണുക. പക്ഷെ വലിയ നീളമുള്ള ആളല്ല, മിതമായ നീളവും അതുപോലെ തന്നെ വടിവത്ത ശരീരം, നല്ല ആരോഗ്യ ദൃഢഗാത്രൻ. ഇങ്ങനെ സൗന്ദര്യം നോക്കുകയാണെങ്കിൽ, അതുകൊണ്ടല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടി ഇങ്ങനെ, നബിതങ്ങളുടെ കവിയാണ്, വ അഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയേ വ അഹ്സനു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരാളെ എൻ്റെ കണ്ണുകൾ ഇതുവരെ കണ്ടിട്ടില്ല നബിയേ. വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയെ അങ്ങയോളം സുന്ദരനായ ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായി കൊണ്ടാണ്, ഒരു ന്യൂനതയുമില്ലാതെയാണ് അങ്ങ് പടക്കപ്പെട്ടത്. ഒരു ന്യൂനതയും അങ്ങയുടെ സൃഷ്ടിപ്പിൽ പറയാൻ കഴിയില്ല. അങ്ങയുടെ സൃഷ്ടിപ്പ് പരിപൂർണമല്ലേ നബിയെ. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ ആകണമെന്ന് എനക്കെന്നെ ആഗ്രഹിക്കാൻ അള്ളാഹു ഒരു കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എങ്ങനെ വേണമെന്ന് എൻ്റെ രൂപം എൻ്റെ സൗന്ദര്യമെല്ലാം എനിക്ക് സ്വന്തം തീരുമാനിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും പറയാം, ഏറ്റവും ടോപ്പായിട്ടല്ലേ ചിന്തിക്കുക. എന്നാൽ നബിയെ അങ്ങ് ഇഷ്ടത്തിന് ജനിച്ച കണക്കുണ്ട്, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങയെ പടക്കപ്പെട്ടതുപോലെയുണ്ട്. അത്രമാത്രം സൗന്ദര്യമാണ് യാ റസൂലല്ലാഹ്. ഇങ്ങനെയുള്ളൊരു സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയോ? പിന്നെ എങ്ങനെയാണ് നബിതങ്ങളെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? അതാണ് നമുക്ക് അറിയില്ല റസൂലുള്ളാഹിനെ, അതുകൊണ്ടാണ് ഇഷ്ടം വരാത്തത്. ഇതൊരു ഭാഗം മാത്രമാണ്. അഥവാ ജമാലിയത്ത്, ഭംഗി, സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടാൽ ചില സ്വഹാബാക്കൾ വേഗം ജോലി കഴിഞ്ഞ് പിന്നെ മദീന പള്ളിയിൽ വരും, പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കലാം മുഖത്തേക്ക്, വേറെ പണിയൊന്നുമില്ല, അവരെ പണി മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ആ അവസരം കിട്ടിയാൽ ആരാ നോക്കാതിരിക്കുക? അത്രമാത്രം സുന്ദരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നത്തിലെങ്കിലും കാണാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടിങ്ങനെ ഹബീബിനെ ഇങ്ങനെ കാണണല്ലേ,
കാണാം. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ, ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ, തിരുപാദമേറ്റ മൺതരിയാവാൻ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ. അതുകൊണ്ടാണ് മഹാനായ സഹാബി വര്യൻ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ പറഞ്ഞതെന്ന് അറിയോ? ആയുധം നിലത്ത് വെച്ചു, 2 കൈയും മേലോട്ട് ഉയർത്തി പറഞ്ഞു. തൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുമ്പം പൊന്നുമോൻ വന്നിട്ട് പറയാൻ, യാ ഉപ്പ റസൂലുള്ളാഹി വഫാത്തായി. പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല, ആയുധം നിലത്ത് വെച്ചു 2 കൈകളും മേലോട്ട് ഉയർത്തി എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, ഹബീബിനെ കാണാത്ത ഹബീബില്ലാത്ത മണ്ണിൽ എനിക്ക് കണ്ണിന് കാഴ്ച വേണ്ട അല്ലാ. ആത്മാർത്ഥമായിട്ട് ഇതായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച പോയി. നബിതങ്ങളില്ലാത്ത സ്ഥലത്ത് എനിക്ക് കണ്ണിന് കാഴ്ച വേണ്ട. നബിതങ്ങളെ കാണാത്ത മണ്ണിൽ മദീന എനിക്ക് കാണണ്ട. നബിതങ്ങളെ കാണാത്ത മദീന ഇഷ്ടം കൊണ്ട് സ്വന്തം കാഴ്ച നഷ്ടപ്പെടുത്തി. എങ്ങനെ? നബിതങ്ങളില്ലാത്ത മണ്ണിൽ എനിക്ക് വേറൊന്നും കാണണ്ട. കൽബിൽ അങ്ങനെ നബിതങ്ങൾ നിറഞ്ഞു. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ല. പിന്നെ മോൻ്റെ കയ്യും പിടിച്ചിട്ടാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇഷ്ടം. ഇങ്ങനെ എത്രയോ ചരിത്രം പറയാനുണ്ട്. ഇപ്പം അതിനുള്ള ടൈമില്ല. ഞാൻ അടുത്തൊരു ഭാഗം കുറച്ചും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് തൽക്കാലം നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ഖൽബിലേക്ക് ഹുബ്ബ് നിറച്ചു തരട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ജമാലിയത്ത്, റസൂലുള്ളാഹിൻ്റെ ജമാൽ, ആ ഭംഗി കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാം. അതുപോലെ തന്നെ കമാലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിതങ്ങളുടെ പരിപൂർണത, പാണ്ഡിത്യം, അറിവ്. ഒരു നല്ല അറിവില്ലാതെ നമുക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ നല്ല അറിവ് ഏത് ചോദ്യത്തിനും മനോഹരമായി നമുക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള മറുപടികൾ തരുന്ന സമയത്ത് നമുക്ക് അവരോട് വല്ലാത്തൊരു ഇഷ്ടം വരും. നമുക്ക് അല്ലേ ഏത് പ്രശ്നത്തിനും പരിഹാരം ആടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമാകുന്ന മറുപടി തരുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവരോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും, ആദരവായിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അള്ളാഹു നൽകിയ ഇൽമുകളെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ 1,24,000 പരം അമ്പിയാ മുർസലീങ്ങൾക്ക് നൽകിയ ഇൽമുണ്ടല്ലോ, അതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഇൽമിനോട് തട്ടിച്ചു നോക്കിയാൽ വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ ഗർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാ അമ്പിയാക്കൾക്കും നൽകിയ ഇൽമുണ്ടല്ലോ, അത് റസൂലുള്ളാഹിൻ്റെ ഇൽമുമായി ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എല്ലാം പഠിപ്പിച്ചു. എന്നിട്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മലക്കുകളുടെ ഉസ്താദായി നിശ്ചയിച്ചത്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഇൽമുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹിക്മത്തിന്റെ ലോകം തുറന്നു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനടങ്ങുന്ന മുഴുവൻ അമ്പിയാക്കൾക്കും നൽകപ്പെട്ട ഇൽമുണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് നൽകിയ ഇൽമിനോട് ചേർത്ത് നോക്കുകയാണെങ്കിൽ അതുണ്ടല്ലോ ഒരു കടലിൽ നിന്ന് കോപ്പയിൽ കോരിയത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞത്, കടലിൽ നിന്ന് ഒരു കോപ്പയിൽ കോരിക്കഴിഞ്ഞാൽ എത്രയാണ് ഉണ്ടാകുക? അത്രയേ ഉള്ളൂ മറ്റ് അമ്പിയാക്കൾക്ക് കൊടുത്തത്. റസൂലുള്ളാഹി അത്രയും മികച്ചു നിൽക്കുന്ന ഇൽമാണ് എന്ന് മഹാനായ ബൂസൂരി ഇമാം ഇതിനെ വിശദീകരിക്കുകയാണ്. അത്രമാത്രം ഇൽമിൽ ഏറ്റവും ഉന്നതനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിനാനെ ഇതൊന്ന് ഇവരോട് സംസാരിച്ച ആ മൈക്കിൻ്റെ ആളാണ്, അവർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ വിളിച്ചു, ഇങ്ങോട്ട് വേണ്ട, കട്ടായില്ലേ? അവർക്ക് വഴി പറഞ്ഞു കൊടുത്ത് അവർ വരുന്നുണ്ട്. ആ നോക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമ് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബ്ഹ് നിസ്കരിച്ചു.
സുബ്ഹ് നിസ്കരിച്ചിട്ട് മിമ്പർമ കയറി, എന്നിട്ട് പ്രഭാഷണം തുടങ്ങി. ളുഹർ വരെ പറഞ്ഞു. ളുഹർ നിസ്കരിച്ചു, വീണ്ടും മിമ്പർമ കയറി. പിന്നെ അസ്ർ വരെ പറഞ്ഞു. അസ്ർ നിസ്കാരം കഴിഞ്ഞു വീണ്ടും മിമ്പറിലേക്ക് കയറി. പിന്നെ മഗ്രിബ് വരെ പ്രസംഗിച്ചു. മഹാനായ സ്വഹാബി വര്യൻ പറയുകയാണ്, ലോകത്ത് ഇനി വരാനിരിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞതുമായ മുഴുവൻ സംഭവങ്ങളും റസൂലുള്ളാഹി അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള മുഴുവൻ സംഭവങ്ങളും എത്രത്തോളമെന്നാൽ 10 ആളുകളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ പേര് വരെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷേ അത് എല്ലാം ഓർത്തു വെക്കാൻ സ്വഹാബാക്കൾക്ക് കഴിഞ്ഞില്ല. അത്രയും ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി പറഞ്ഞു. അഥവാ അള്ളാഹു എല്ലാ ഇൽമിൻ്റെ വാതിലുകളും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുറന്നു കൊടുത്തു. അപ്പോൾ പാണ്ഡിത്യം കൊണ്ട് റസൂലുള്ളാഹിനെ കവച്ചു വെക്കാനല്ല, റസൂലുള്ളാഹിന്റെ അടുത്ത് അടുക്കാൻ വേണ്ടി ഒരാളില്ല, അടുക്കാൻ തന്നെ ആളില്ല. കവച്ചു വെക്കാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളൊരു പണ്ഡിതനെ സ്വാഭാവികമായി ഇഷ്ടപ്പെടൂലേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഖുർആൻ പറയാൻ. അപ്പോൾ പിന്നെയോ അമീനും മക്കീനും മുജ്തബന്ദു മഹാബത്തി ജമീലുൻ ജലീലും ബിൽ ഗുയൂബി മുനബ്ബഊ, ഉന്നത സ്ഥാനിയായിരുന്നു, വിശ്വസ്തനായിരുന്നു. അല്ലേ? ഒരു വിശ്വസ്തനാണ്, ആർക്കും എന്തും പറഞ്ഞേൽപ്പിക്കാൻ പറ്റുന്ന ആൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വരെ അല്ലേ റസൂലുള്ളാഹിന്റെ അടുത്തല്ലേ പണയം വെച്ചിന്. ഹിജറ പോകുന്ന സമയത്ത് മക്കയിലെ പല ആളുകളുടെയും സമ്പത്ത് ആരടുത്താണ് ഉള്ളത്? നബിതങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അത് അലിയാർ തങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. അത്രമാത്രം വിശ്വസ്തനാണ്. അൽ അമീൻ എന്ന് ശത്രുക്കൾ വരെ വിളിച്ചു. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വഭാവം കൊണ്ട് ഏറ്റവും ഉന്നതനാണ്. സ്ഥാനമാനങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലാഹു ജല്ല ജലാലു അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ മെഹറാജിൻ്റെ വേളയിൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന കാബ ഖൗസൈനി ഔ അദ്നാ, ഒരു കാബ് അമ്പ് വില്ലിലേക്ക് അടുക്കുന്നത് പോലെ അതിനേക്കാൾ അള്ളാഹുവിനേക്ക് അടുത്തു. മൂസാ നബി അലൈഹി സ്വലാം കാലങ്ങളോളം ആഗ്രഹിച്ചത് അള്ളാഹിനെ കാണാൻ, പക്ഷേ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കാണുന്ന ആളാരാ? നബിതങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആ നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായാൽ മതിയായിരുന്നു എന്നാണ് ആരാഗ്രഹിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത്. അപ്പോൾ സ്ഥാനം നോക്കുകയാണെങ്കിൽ നബിതങ്ങളുടെ സ്ഥാനത്തേക്ക് ഒരാൾ എത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് കയറുന്ന സമയത്ത് ആ നഅൽ ഷരീഫ് വരെ കാലിനുണ്ടായിരുന്നു. അഥവാ നബിതങ്ങളുടെ കാലിൽ ധരിച്ച കാൽപാദം അഥവാ നബിതങ്ങളുടെ കാലിലുണ്ടായിരുന്ന ചെരുപ്പ് നഅൽ ഷരീഫ് നബിതങ്ങളുടെ കാലിലുണ്ടായിരുന്നു. അത് ഊരാതെ അതോടുകൂടി കയറണമെന്ന് റസൂലുള്ളാഹിക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് യൂസുഫ് നബ്ഹാനി തങ്ങളൊക്കെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാലോ തൂരിസീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മൂസാ നബി കയറുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഫഖ്ലഅന അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ചെരുപ്പൂരി കയറണം. തൂരിസീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മൂസാ നബി കയറുമ്പോൾ ചെരുപ്പൂരിയിട്ട് കയറാനാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ സന്നിധിയിലേക്ക് ആ നഅൽ ഷരീഫോടുകൂടി കയറി. അത്രമാത്രം സ്ഥാനം അള്ളാഹു നൽകി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ധീരത നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ധീരത അശ്ജഉന്നാസ്നാണ്. ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു ദിവസം മദീനക്കാർ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഭയന്നുപോയി. മദീനയിൽ പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടു. എല്ലാവരും ഭയന്നിരിക്കുമ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട്. ആരും നോക്കിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ആരും പോകണ്ട, ഞാൻ നോക്കിയിട്ടുണ്ട്, അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അല്ലേ, നാട്ടുകാരെല്ലാവരും പേടിച്ചിട്ട് ആരെങ്കിലും ഒന്ന് പോയി നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരാളുണ്ട് അവിടെ പോയി നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് തിരിച്ചു വരുന്നത്. അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഇനി ആരും അങ്ങോട്ട് പോകണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയാ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിരയുമായിട്ടാണ് റസൂലുള്ളാഹി പോയത്. ആ കുതിരക്ക് കടിഞ്ഞാനിട്ടിട്ടുണ്ടായിട്ടില്ല. പെട്ടെന്ന് ആ കുതിരപ്പുറത്താണ് പോയത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, കഴുത്തിലിങ്ങനെ റസൂലുള്ളാഹിൻ്റെ വാള് കഴുത്തിലിങ്ങനെ തൂക്കിയിട്ടിട്ട് കുതിരപ്പുറത്ത് കയറി പെട്ടെന്ന് ഓടിയതാണ്. എന്നിട്ട് നല്ല കാറ്റുപോലെയാണ്
ഈ കുതിര എന്ന് റസൂലുള്ള പറയാം. അത്രയും വേഗത്തിലാണ് റസൂലുള്ള ഓടിപ്പോയത്. നല്ലൊരു കുതിരപ്പടയാളിയും നല്ലൊരു ധീരനുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിനയം കൊണ്ട് റസൂലുള്ള അത്ഭുതം സൃഷ്ടിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔദാര്യത്തിൻ്റെ കേദാരമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബിതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നബിതങ്ങളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ, നബിതങ്ങളുടെ കമാലിയത്ത് പരിപൂർണത നോക്കുകയാണെങ്കിൽ അത്രത്തോളം പരിപൂർണതയുള്ള ഒരാളും ഇല്ല. ഇനി നവാല് ഗുണങ്ങൾ നോക്കുകയാണ്, നബിതങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് ഹിദായത്ത് കിട്ടിയത് നബിതങ്ങൾ വഴിയല്ലേ. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടല്ലേ. ഈമാൻ നമുക്ക് നൽകിയത് ഹബീബിനെ കൊണ്ടല്ലേ. ഈ ഉമ്മത്തിന് അള്ളാഹു ഏറ്റവും വലിയ ഉന്നതി നൽകി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉമ്മത്തിൽ പെട്ടാൽ മതിയായിരുന്നു ആഗ്രഹിച്ചു. മറ്റ് അമ്പിയാക്കളൊക്കെ ഈ ഉമ്മത്തിൽ പെട്ടാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ. നാളെ ഖിയാമത്ത് നാളിൽ മറ്റ് അമ്പിയാക്കളൊക്കെ ആഗ്രഹിക്കും ഈ ഉമ്മത്തിൽ പെട്ടാൽ മതിയായിരുന്നു. കാരണം ഈ ഉമ്മത്തിന് പ്രത്യേക ഷഫാഅത്തുൽ ഉദ്മ റസൂലുള്ളാഹിൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ മറ്റെല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ കിട്ടൂല. ഇത് ഉമ്മത്തിനുള്ള പ്രത്യേകത. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, വളരെ തുച്ഛമായ ആയുസ്സുള്ള ഈ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, ആ ഉമ്മത്തിനെ, ആ സമുദായത്തിനെ എനിക്ക് തരുമോ റബ്ബേ? അങ്ങനെ ചോദിച്ചത്. ആ സമുദായത്തിന് എനിക്ക് തരുമോ? അല്ലല്ല. അപ്പം അള്ളാഹ് പറഞ്ഞു, ആ സമുദായത്തിന് ഒരു നബിയുണ്ട്. ആ സമുദായം അവസാനത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അപ്പം മൂസാ നബി പറഞ്ഞത്, എന്നാൽ എനിക്ക് ആ സമുദായത്തിൽപ്പെട്ട ഒരാളായാൽ മതിയായിരുന്നു. അത്രയും സ്ഥാനം അള്ളാഹു തന്നത് ഈ ഉമ്മത്തിന് റസൂലുള്ളാഹിനെ കൊണ്ടാണ്. ആ നബിതങ്ങളാണ് മരണത്തിൻ്റെ വേളയിൽ പറഞ്ഞത്, ഉമ്മത്തി. ഏറ്റവും വേദനയുള്ള സമയത്ത് ഒരാൾ ഓർക്കണമെങ്കിൽ ഏറ്റവും സ്നേഹമുള്ളത് കൊണ്ടല്ലേ. ഏറ്റവും വേദനയുള്ള സമയത്ത് നമ്മൾ ഒരാളെ വിളിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കാരാ? ഉമ്മാ, അല്ലാ. വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഓളെ വിളിക്കൂല. വിളിക്കലും ഉമ്മാനെയാണ്. സ്നേഹമുള്ള ആളെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ ആ വേദനയുള്ള സമയത്ത് റസൂലുള്ള ഉമ്മത്തീന്ന് വിളിച്ചത് ഉമ്മത്തിനെ ഓർത്ത് സ്നേഹത്തോടു കൂടി വിളിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം അള്ളാഹിനെ കണ്ട സമയത്താണ്. ആ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞ സമയത്ത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ നമ്മളെല്ലാവരെയും ഓർത്തു. അള്ളാഹിനോട് സംസാരിക്കുന്ന സമയത്തും നമ്മളെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും സന്തോഷഘട്ടത്തിൽ. ഇനി നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ മഹ്ശറ വൻസഭയിൽ ഉമ്മ നമ്മളെ കാണുമ്പോൾ ഓടുക, ഉപ്പ ഓടും. യൗമ യഫിറുൽ ബർഉ മിൻ അഖീഹി വ ഉമ്മിഹി. എല്ലാ ഉപ്പ ഓടുകയാണ്, മക്കൾ ഓടുകയാണ്, എല്ലാവരും ഓടുക. അപ്പോൾ ആകെ നമുക്ക് ഷഫാഅത്തിനുള്ളത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലായാലും ആഖിറത്തിലായാലും ഏറ്റവും ഗുണം ലഭിക്കേണ്ടത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്നേഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉപകാരമുള്ളത് മുത്തുനബിയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ശ്രമിക്കുക. സ്നേഹിക്കേണ്ടത് നബിതങ്ങളെ വീണ്ടും വീണ്ടും അറിയാൻ ശ്രമിക്കുക. നബിതങ്ങളെക്കുറിച്ച് പറയുക, കേൾക്കുക, മൗലിദോതുക, സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ സ്നേഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപകാരം എന്താ? ഈമാൻ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ നമുക്ക് ധന്യമാക്കാൻ കഴിയും ഇൻഷാ അള്ളാഹ്. നാളെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നൊരു വിഷയത്തിലാണ് ഇൻഷാ അള്ളാഹ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ അതും സ്നേഹത്തിൻ്റെ ഭാഗം റസൂലുള്ളാഹി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഓരോ ദിവസം, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര ഭാഗങ്ങളിലൂടെ ഒരു ദിവസം, മറ്റന്നാൾ ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും പരമാവധി ഇതിന് തയ്യാറായിക്കൊണ്ട് തന്നെ വരിക. അള്ളാഹു ഇതൊക്കെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഇതൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ്, പരിശുദ്ധ റമദാനിനെ നമുക്ക് അനുകൂലമാക്കണേ റഹ്മാനെ. പ്രതികൂലമാക്കല്ലേ അള്ളാഹ്, അനുകൂലമാക്കണേ അള്ളാഹ്. നല്ല ചൂടിൻ്റെ സമയമാണ് റബ്ബേ, നല്ല വെയിലിൻ്റെ സമയമാണ് റഹ്മാനെ. പാവങ്ങളായ എത്രയോ ആളുകൾ ഈ ചൂടത്ത് വെയിലത്ത് പണിയെടുത്തുകൊണ്ട് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പണിയെടുക്കുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും അതുപോലെ തന്നെ നല്ല മനസ്സിന് ഈമാനും നൽകണേ റബ്ബേ. നിൻ്റെ റഹ്മത്തിൻ്റെ മഴ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്.
നിൻ്റെ റഹ്മത്തിൻ്റെ മഴ കൊണ്ട് ഞങ്ങളെ തണുപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, ഇത് ഓൺലൈനായി കാണുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അവരുടെ എല്ലാ സകല മുറാദുകളും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും എല്ലാവിധ മുസീബത്തുകളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, എല്ലാവിധ വ്യാധികളെ തൊട്ടും കാത്ത് സലാമത്താക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റഹ്മാനായ അല്ലാ, ഞങ്ങളെ ഈ പള്ളിയിൽ കാർപ്പറ്റിടാൻ, അതുപോലെ തന്നെ സൗണ്ടിന് വേണ്ടി എല്ലാത്തിനും എന്തെങ്കിലും പിരിവ് പറയുന്ന സമയത്ത് തന്നവരുണ്ട് റബ്ബേ. നാട്ടിലും വിദേശത്തുള്ള ആളുകൾ എല്ലാവർക്കും എല്ലാ ഹൈറും നൽകണേ റബ്ബേ, എല്ലാ വിജയവും നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഈ സംരംഭങ്ങളൊക്കെ സഹായിക്കുന്നവർക്ക് റബ്ബേ നീ ഹൈർ നൽകണേ റബ്ബേ, എല്ലാ ഷർറും തടയണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.